ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മലപ്പുറം നൈസ് പത്തിരിയും കാസർഗോഡ് പത്തലുമാണ്. അപ്പോൾ അവർ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പത്തലിനേക്കാളും നല്ല വ്യത്യാസം തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നൈസ് പത്തിരി ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് കാണാം. നൈസ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പത്തിരിപ്പൊടി കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അതിലേക്കാണ് ഈ പത്തിരിപ്പൊടി ഇട്ടത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ അവർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് അടുത്ത് കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് കൈ ഇങ്ങനെ മുക്കി കൊടുക്കും. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തീനേക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് എന്നാണ് അവർ പറയണത്. അപ്പോൾ അതുപോലെ നല്ലോണം ചപ്പാത്തി കുഴക്കണ പോലെ നല്ലോണം കുറേ ടൈം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ല, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി വെക്കുന്നുണ്ട്. ഈ ബോൾസ് ഒന്ന് നോക്കിക്കാൻ നല്ല ഗുലാബ് ജാമുനെ പോലെ അതുപോലെ സോഫ്റ്റാണ്. ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ അത്ര സോഫ്റ്റായി കിടക്കും. ഇനി ഇതുപോലെ പ്രസ്സിൽ ഓരോന്നും പരത്തിയെടുത്ത് പൊടിയിൽ ഇതുപോലെ അവർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. പിന്നെ അടുത്തത് കൂടി പരത്തിയെടുത്ത് ഈ പൗഡറിൽ ഇതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ ആദ്യം അവരെല്ലാം പരത്തി വെച്ച് പിന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഇതിൽ 4 വെച്ച് കൊടുക്കാം. 4 പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒന്നുകൂടെ തിരിച്ച് വന്ന് കണ്ടില്ല, നല്ല പൊങ്ങി വരുന്നുണ്ട്. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പൊങ്ങി വരും. അപ്പോൾ ഇതാണ് മലപ്പുറംകാരുടെ പത്തിരി, നൈസ് പത്തിരി. കണ്ടില്ല, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാസർഗോഡ് പത്തൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മലബാർ പത്തൽ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആമീസ് പത്തിരിപ്പൊടി, അതും നല്ല ബ്രാൻഡാണ്. അത് 2 നല്ല പത്തിരി ശരിയാവുന്നുണ്ട്. ഞാനിവിടെ നിന്ന് കൂടുതൽ വാങ്ങുന്നത് അത് 2ആണ്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ കുറേ സമയം മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല അത്രയേ ഉള്ളൂ, നല്ലോണം കഷ്ടപ്പെട്ടൊന്നും മിക്സ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊന്നും നല്ല കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഒന്നെങ്കിൽ ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും, ഇല്ലെങ്കിൽ ഞാനിത് സാധാ പച്ചവെള്ളത്തിൽ കുഴച്ച് ഇതൊന്ന് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കും. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും, കുറേയൊന്നുമില്ല. ചൂടായ പാനിലിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. ഇനി ഇത് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം ചെറുതല്ല, കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ അത് മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ ബോളും എടുത്ത് ഇതുപോലെ പരത്തി ഡയറക്റ്റ് തന്നെ പാനിലേക്ക്, ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വലുപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് 3 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാദ്യം ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഇനി കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. അടിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് വീണ്ടും തിരിച്ചിട്ട് ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ച് നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അത് നല്ല പൊങ്ങി വരും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കണം.
അതിൻ്റെ ഒപ്പം തന്നെ അതായി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ഇതിലേക്ക് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എല്ലാം ചുട്ടെടുക്കും. അങ്ങനെ ഇതാ ഞങ്ങളുടെ കാസർഗോഡ് പത്തലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഈസിയായി നമ്മൾ എന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.